ഹലോ, ഗുഡ് മോർണിംഗ്. ഗീതം യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇടയ്ക്കിടയ്ക്കേ വരുള്ളൂ, സമയം കിട്ടുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ. ഞാൻ ഇടയ്ക്ക് ബിസി ആകാത്ത ദിവസങ്ങളിലും നല്ല മൂഡ് തോന്നുന്ന ദിവസങ്ങളിലും അന്ന് എങ്ങനെയും ഒരു വീഡിയോ ചെയ്തിരിക്കും. പിന്നെ കുറേ ഷോർട്സ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും ഞാനിന്നൊരു ചെറിയ വീഡിയോ ചെയ്യാം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഴ നോക്കി നിന്നതാണ് കേട്ടോ. മഴ വന്നിട്ട് പോയി. ഞാൻ പാലക്കാട് ജില്ലയാണ്, മണ്ണാർക്കാടിനടുത്ത് കൊറ്റിയോട് എന്ന് പറയുന്ന സ്ഥലമാണ്. ഓക്കെ, വരൂ. ഒരു വളരെ ചെറിയ ഷോർട്ടായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ നായിക എന്ന് പറയാൻ കാരണം നല്ല സ്ത്രൈണതയുള്ള ചെടിയാണ്. ഒരു അല്പം കടുപ്പമുള്ളൊരു പേരാണ്. പാൻഡാനസ് വൈച്ചി എന്നാണ് ഇതിൻ്റെ ഗുഡ് നെയിം. ഇത് സ്ക്രൂ പൈൻ എന്നും അറിയപ്പെടുന്നു. കാരണം ഇതിൻ്റെ വാളുകൾ പോലെയുള്ള ലീഫും ഇതിൻ്റെ നടുക്കുള്ള ആ റിബൺ സ്റ്റൈലിലുള്ള ലീഫുകളും എല്ലാം കൂടെ നല്ല അഴകാണ് കാണാനായിട്ട്. ഓക്കെ, നമുക്കിതിനെ ഒന്ന് മാറ്റി നടാം. എൻ്റെ കയ്യിൽ കുറച്ച് ദിവസമായിട്ടുണ്ട്. ദിസ് ഇസ് പ്ലാന്റാനസ് വൈച്ചി ഓർ സ്ക്രൂ പൈൻ. ഇറ്റ്സ് നോട്ട് എ പൈൻ. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് കുറേ നാളുകളായി. അപ്പം ഞാനിവിടെ ഒന്ന് സംരക്ഷിച്ച് ഒരു ചെറിയ ചട്ടിയിലാണ് നട്ടിരുന്നത്. വലിയ ചട്ടികളിലായാൽ കൊള്ളാം. ഇപ്പോൾ കുഞ്ഞുങ്ങളായി കണ്ടോ, ഒരെണ്ണം, രണ്ടാമത്തതൊരു ചെറുത്. കുഞ്ഞുങ്ങളാകുന്നവരെ ഞാൻ നോക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം ഇളക്കി നടാം. ഇവളും അതുപോലെ മറ്റൊരെണ്ണമാണ്. അപ്പോൾ ലേശം നല്ല ബ്രൈറ്റ് ലൈറ്റിൽ നിർത്തുക. അപ്പോൾ ഇതിൻ്റെ കളർ നല്ലവണ്ണം തെളിഞ്ഞ് വരും. ഇത് രണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ, ഇതാ ഇവളുടെ കുഞ്ഞുങ്ങളാണ് കണ്ടോ. ഇവൾക്കിത് ഇനിയുമുണ്ട് കുഞ്ഞുങ്ങൾ. ഞാൻ റെഡിയാക്കിയിട്ട് നിങ്ങളെ വിളിക്കാം. അപ്പോൾ സന്തോഷകരമായി ഇവരെ ഒന്ന് റീപ്ലാന്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ചെടിച്ചട്ടിയിൽ മണ്ണെല്ലാം നിറച്ചിട്ടുണ്ട്. പ്രത്യേക വളമൊന്നുമില്ല. ഞാൻ യഥാർത്ഥത്തിൽ പ്രധാനമായി വളം ഉപയോഗിക്കുന്നത് വീട്ടിലുണ്ടാകുന്ന എല്ലാ വേസ്റ്റുകളും ഞാൻ ചെടികളുടെ ചോട്ടിലാണ് ഇടുന്നത്. മണ്ണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ ചട്ടി ആയാൽ നല്ലത്. അപ്പോൾ നമുക്ക് രണ്ട് ചെറിയ ചെടികളെ നമുക്ക് മാറ്റി നടാം. ഓക്കെ, നല്ലവണ്ണം വേരുണ്ടാകുന്ന ചെടികളാണ്. അപ്പോൾ ഇത് കുറച്ച് നല്ല ഡീപ്പായിട്ട് വേണം ഇവരെ നടാനായിട്ട്. കണ്ടോ, ഇത് അമ്മച്ചെടിയാണേ. ഇവളുടെ കണ്ടോ റൂട്ട്സ്. അപ്പോൾ ഒരു വലിയ ചട്ടിയിൽ നടാൻ നോക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ കണ്ട ഒരു വലിയ ചെടിയാണ്, മദർ പ്ലാന്റാണ്, അമ്മച്ചെടിയാണ്. ഈ അമ്മച്ചെടിയെ നമുക്ക് കളയാൻ പറ്റില്ല. ഇവരാണല്ലോ നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ തന്നത്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ താഴേക്കുള്ള സ്റ്റെമ്മ്, തണ്ട് ലേശം മുറിച്ചിട്ട് അതിനെ മാറ്റുന്നു. എന്നിട്ട് അതിൻ്റെ പഴയ വേരുകളെ കുറച്ച് കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഒരു പുതിയ ചട്ടിയിലേക്ക് ഇതിനെ മാറ്റുന്നു. ഓക്കെ, ഇതിനെ ഇപ്പം ഞാനൊരു മദർ പ്ലാന്റ് വേറൊരു പുതിയ ചട്ടിയിലേക്ക് നട്ട് കഴിഞ്ഞു, നേരത്തെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിഭാഗത്തുള്ള കുറച്ച് വേരുകൾ കട്ട് ചെയ്ത് കളയുക. വേരുകൾ വന്നോളൂ, അതുകൊണ്ട് വിഷമിക്കേണ്ട. ഞാനും അങ്ങനെയാണ് നട്ടത്. ഓക്കെ, ഇതിൻ്റെ വേരുകൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ പുതിയ വേരുകൾ വന്നോളും, പഴയ വേരുകൾ അങ്ങ് പൊയ്ക്കോട്ടെ. തണ്ടും കട്ട് ചെയ്ത് കളയും ഒരു സിസേഴ്സ് കൊണ്ട്. ഓക്കെ, എന്നിട്ട് ഞാനിതിനെ ആദ്യം അമ്മച്ചെടികളെ രണ്ട് ചട്ടികളിലേക്ക് നടന്നു. ഇനി നമുക്ക് ഈ കുഞ്ഞിപ്പിള്ളേരെ നോക്കാം. ഓക്കെ, അപ്പോൾ തൊണ്ട് വെച്ചിട്ട് നല്ല വെള്ളം നല്ലവണ്ണം വാർന്ന് പോകണം. അങ്ങനെയുള്ളതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന നല്ല വളം ചേർത്ത മണ്ണ് ഇതിലേക്ക് ഫില്ല് ചെയ്തു. ഇത് ചെറിയ ഒരു ചട്ടി ആയതുകൊണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ ഞാനിതിലേക്ക് നടാൻ പോകുന്നു. കണ്ടോ, ഇത്രയും കുഞ്ഞി പിള്ളേരുണ്ട്. ഇവരെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവരെയൊക്കെ വേരുകൾ കട്ട് ചെയ്ത് കളയുക. പഴയ വേരുകൾ, പുതിയത് വന്നോട്ടെ. കണ്ടോ, ഒരെണ്ണം. പിന്നെ പഴയ വേരുകളെല്ലാം കട്ട് ചെയ്ത് കളയുക. പഴകിയ ഇലകളും കട്ട് ചെയ്ത് കളയുക. ഓക്കെ, ഇതെല്ലാം വന്നോളും. ആഹാ, ഞാൻ ഉടനെ തന്നെ തിരികെ വരാം. അപ്പോൾ നമ്മൾ നട്ട
സ്ക്രൂ പൈൻ ചെടി. ഇതാ എന്തൊരു ചേലാണ്. ഞാൻ എൻ്റെ സിറ്റ് ഔട്ട് കയറുന്നിടത്താണ് ഇത് വെച്ചിരിക്കുന്നത്. കുറേ തൈകൾ കിട്ടി, ചെറുത്. അതൊരെണ്ണം ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ, ഒരു കുപ്പി കുറച്ച് വാവട്ടമുള്ളത്, അതിലൊരെണ്ണം വെച്ചു. ബാക്കി 2 മദർ പ്ലാന്റ് മാറ്റി നട്ടു. വേണമെങ്കിൽ ഹാങ് ചെയ്യാം, കെട്ടിത്തൂക്കി ചെടിച്ചട്ടിയിലും ഇവയെ വളർത്താം. അതിനുവേണ്ടി ഞാനൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഒരെണ്ണം കൂടെ നട്ടു. ഇത് വളർന്നു വരുമ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളെ ഞാനൊരു ഷോർട്സിലൂടെയെങ്കിലും കാണിക്കാം. ഓക്കെ, താങ്ക് യു. ഐ എം വൈൻഡിങ് അപ്പ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് മീ. ഗീതം യൂട്യൂബ് ചാനൽ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഇനി അടുത്തൊരവസരത്തിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.